നമ്മൾ ഈ സ്ക്രീനിൽ ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ പഴയ കുറേ ഐറ്റങ്ങൾക്കൊക്കെ നമുക്ക് റേറ്റ് അബവ് 1000 എന്ന് പറയുന്നതിന് 12%, അതിന് താഴോട്ട് നിന്ന് 5% ഐറ്റം ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഐറ്റം ഇപ്പോൾ പുതിയ GSTക്കകത്ത് ഒന്നിച്ച് മാറുകയാണ്. എബവ് 1000 മാറി എബവ് 2500 ആ എബവ് 2500 18% ആയിട്ട് മാറുകയാണ്. അപ്പോൾ അത് മാറ്റാൻ വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ഫിൽറ്റർ റേറ്റ് എബവ് നോട്ട് ഈക്വൽ ടു 0 എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് സെലക്ട് ഓൾ കൊടുക്കുക. എന്നിട്ട് റീപ്ലേസ് സെലക്ടറിലോട്ട് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ വന്നിട്ട് നിങ്ങൾ അതായത് 1000 കിടന്ന് 2500, എന്നിട്ട് ഇവിടെ 18 സെസ് അത് 0 ഇതും കൊടുത്തിട്ട് അപ്ഡേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഈ ഐറ്റങ്ങളെല്ലാം തന്നെ ആ പുതിയ ടാക്സ് പെർസെൻറ്റേജിലോട്ട് മാറിക്കോളും. ഇപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഐറ്റം കിട്ടില്ല 5% 2500 താഴെ 2000 മേപ്പോഴുള്ള 12%. അപ്പോൾ ഇത് ഇങ്ങനെ അങ്ങ് ചെറിഞ്ഞ് ഒറ്റയടിക്ക് മാറിക്കോളും. ഈ സ്ക്രീനകത്ത് നമ്മൾ എല്ലാ ചെയ്യേണ്ട സ്റ്റെപ്സും മാർക്ക് ചെയ്തിട്ടുണ്ട്. മൊത്തത്തിൽ 6 സ്റ്റെപ്പാണുള്ളത്. ഓരോ സ്റ്റെപ്പും കറക്റ്റായിട്ട് തന്നെ ചെയ്തു പോകണം. ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ എപ്പോഴും പറയുന്നത് ബാക്കപ്പ്. ഫസ്റ്റ് ബാക്കപ്പ് എടുക്കുക. ബാക്കപ്പ് ക്ലിക്ക് ചെയ്തിട്ട് ബാക്കപ്പ് എടുത്തേക്കുക. അത് കംപ്ലീറ്റ് ആയതിനു ശേഷം നേരെ അടുത്ത ഓപ്ഷൻ പറയുന്നത് സേവ് ഓൾഡ് റേറ്റ്സ്. അതായത് ഇപ്പോൾ നിൽക്കുന്ന MRP ചേഞ്ച് ആകാൻ പോകുന്ന MRPയുടെ പഴയ MRP തനിയായിട്ട് നമ്മൾ സേവ് ചെയ്യുന്നു. ഇപ്പോൾ സേവ് ഓൾഡ് റേറ്റ്സ് ക്ലിക്ക് ചെയ്തു. അപ്പോൾ അത് സേവായി. ഇനി അടുത്ത ഓപ്ഷൻ പറയുന്നത് മൂന്നാമത്തെ ഓപ്ഷൻ പറയുന്നത് നിങ്ങൾക്ക് ഈ 2500 ഇരിക്കുന്ന ഐറ്റങ്ങളിൽ അതായത് 2500 താഴോട്ടുള്ള ഐറ്റങ്ങളൊക്കെ നിലവിൽ 12% നിന്ന് 5% പോകുന്നതിൻ്റെ എത്ര പെർസെൻറ്റേജാണ് അതിൻ്റെ വിലയിൽ മാറ്റം വരുത്തേണ്ടത് ആ പെർസെൻറ്റേജും 2500 മേപ്പോട്ടുള്ള ഐറ്റങ്ങൾ 12 നിന്ന് 18 പോകുമ്പോഴേക്കും 6% കൂട്ടാനുമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. എന്നിട്ട് ഈ മാറുന്ന ഇതിനെ നിങ്ങൾക്ക് 5th ഫ്രാക്ഷനിലോട്ട് റൗണ്ട് ചെയ്യണമെങ്കിൽ അതാണ് റൗണ്ട് ടു ഈ 5 എന്നുള്ള ഓപ്ഷൻ പറഞ്ഞിരിക്കുന്നത്. ഇനി നാലാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ 2500 രൂപ വിലയിൽ കീപ്പോട്ടുള്ള സാധനത്തിൻ്റെ എന്ത് റേറ്റാണ് ചേഞ്ച് ആകാൻ പോകുന്നത് എന്നുള്ളത് ഞാനൊരു എക്സൽ ഫയലിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ആ എക്സൽ ഫയൽ നിങ്ങൾ ഓപ്പൺ ചെയ്തിട്ട് അതിൽ വന്നിരിക്കുന്ന ന്യൂ റേറ്റും ന്യൂ RP എന്തുവാണെന്നുള്ളത് നിങ്ങൾ കൺഫേം ചെയ്തേക്കുക. അപ്പോൾ ഓരോന്ന് ക്ലിക്ക് ചെയ്യുമ്പോഴും 2 എക്സൽ ഫയലായിരിക്കും ക്രിയേറ്റ് ആയി വരുന്നത്. ആ 2 എക്സൽ ഫയലും നോക്കി കൺഫേം ചെയ്യുക. അത് ബാർകോഡ്, ഐറ്റം നെയിം, എബോവ് 2500 ഉള്ള അതാണ് കാറ്റഗറി. അതിന് 5, 18. അപ്പോൾ ഇത് പർച്ചേസ് വന്നിരിക്കുന്നത് 12%. ഇതിൻ്റെ പഴയ MRP 1259 ആയിരുന്നു. അത് നമ്മൾ പഴയ MRPയിൽ സ്റ്റേവ് ചെയ്തിരിക്കുന്നതാണ് OMRP എന്ന് കാണിക്കുന്നത്. എന്നിട്ട് ഇതിൻ്റെ പുതിയ MRP 1205 ആയിരിക്കും. അപ്പോൾ ഇത് എല്ലാം നിങ്ങൾ നോക്കി കൺഫേം ചെയ്യുക. കൺഫേം ചെയ്ത് എല്ലാം ഓക്കെ ആയതിനു ശേഷം അതുപോലെ ഇതും കൺഫേം ചെയ്തേക്കുക. എബോവ് 2500 കൺഫേം ചെയ്തേക്കുക. അതും നിങ്ങൾ അതുപോലെ നോക്കുമ്പം അതും ഇതുപോലെ കാണിക്കും. അതിന് നോക്കി 2889 ഉള്ള ഐറ്റത്തിന് 3060 ആയിരിക്കും പുതിയ MRP. അപ്പോൾ ഇതെല്ലാം നിങ്ങൾ കൺഫേം ചെയ്യുക. കൺഫേം ചെയ്തതിന് ശേഷമാണ് നിങ്ങളുടെ അടുത്ത സ്റ്റെപ്പിലോട്ട് പോകേണ്ടത്. ആ സ്റ്റെപ്പ് നിങ്ങൾ പ്രോസസ്സ് ചെയ്യുമ്പോഴേക്കും ഈ പ്രൈസ് ഇവിടെ കമ്പ്യൂട്ടറിൽ പെർമനൻ്റ് ആയിട്ട് അപ്ഡേറ്റ് ആവും. അപ്പം ആദ്യം നിങ്ങൾ എക്സൽ ഫയൽ കൺഫേം ചെയ്യണം. എക്സൽ ഫയൽ കൺഫേം ചെയ്തതിന് ശേഷം റേറ്റ് ചേഞ്ച് ആകും. റേറ്റ് ചേഞ്ച് ആയതിനു ശേഷം പിന്നെ റേറ്റ് ചേഞ്ച് ആയിട്ടുണ്ടോ എന്നുള്ളത് കൂടി റീകൺഫേം ചെയ്യണം. അതാണ് ഈ പോയിന്റ് പിന്നെ 6ാമത്തെ പോയിന്റായിട്ട് കൂടി കാണിച്ചിരിക്കുന്നത്. ഇനി ഞാൻ 5ാമത്തെ ഓപ്ഷനിലോട്ട് വരികയാണ്. 5ാമത്തെ ഓപ്ഷനിൽ ഞാൻ ചേഞ്ച് റേറ്റ് ലെസ് ദാൻ ഓർ ഈക്വൽ 2500 ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഉടനെ ഇങ്ങനെ ചോദിക്കും. AS എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് എല്ലാ റേറ്റും 2500 താഴെ ഉള്ളതിനെ ഈ 6.542% വെച്ച് റേറ്റ് തന്നെ കുറച്ചേക്കും. ഇനി അടുത്ത ഒരു ഓപ്ഷനാണ് നമ്മൾ പറയുന്നത് ചേഞ്ച് റേറ്റ് ടു 2500 മേപ്പോട്ടുള്ള ഐറ്റത്തിന് നമ്മൾ 6% റേറ്റ് കൂട്ടണം. അതായത് പഴയ 12% എന്നാണ് ഇവിടെ കാണിക്കുന്നത്. ആ പഴയ 12% ഇപ്പോൾ 18% ആകുമ്പോഴേക്ക് 6% അവിടെ റേറ്റ് കൂടണം. അപ്പോൾ ഈ കൂട്ട് നിങ്ങൾക്ക് 2 രീതിയിൽ നിങ്ങൾക്ക് കൊണ്ടുവരാം. ഒന്നുകിൽ നിങ്ങൾക്ക് ഇത് ക്ലിക്ക് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ പഴയ ഐറ്റം അതേ റേറ്റിൽ തന്നെ കണ്ടിന്യൂ ചെയ്യും. അതായത് നിങ്ങൾ റേറ്റ് കുറയ്ക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. അപ്പം നിങ്ങൾക്ക് ആ 2500 താഴോട്ടുള്ള ഐറ്റത്തിനെല്ലാം റേറ്റ് കുറഞ്ഞു. ഇനി 2500 മേപ്പോട്ടുള്ള ഐറ്റത്തിന് നിങ്ങൾക്ക് റേറ്റ് കൂടണം. റേറ്റ് കൂടി പുതിയ റേറ്റ് വേണമെങ്കിൽ ചേഞ്ച് ന്യൂ
ചേഞ്ച് ടു ന്യൂ പ്രൈസിന് കൊടുത്തിട്ട് ഈ ചേഞ്ച് റേറ്റ് ഗ്രേറ്റർ ദാൻ 2500 ക്ലിക്ക് ചെയ്യുക. ഈ രണ്ടാമത്തെ ഓപ്ഷൻ എന്താണെന്ന് പറഞ്ഞാൽ, ഇത് മുകളിലത്തെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോഴേക്ക് റേറ്റ് കൂടി നിങ്ങൾ സ്റ്റിക്കറിനെക്കാട്ടിലും മേപ്പോട്ടുള്ള വിലയായിരിക്കും വരുന്നത്. നിങ്ങളുടെ കസ്റ്റമറെ കൺവിൻസ് ചെയ്തുകൊണ്ട് ആ കൂടിയ റേറ്റ് നിങ്ങൾ മേടിച്ചോളും. അപ്പോൾ നിങ്ങളുടെ കൈക്ക് നിങ്ങൾക്ക് നഷ്ടമൊന്നും വരില്ല. ഇനി ഈ ഒരു ഓപ്ഷൻ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് പുതിയ പ്രൈസിലോട്ട് കയറും, എന്നിട്ട് ആ കയറിയ ഡിഫറൻസിനെ ഡിസ്കൗണ്ട് ആയിട്ടും കാണിക്കും. അപ്പം നെറ്റ് എഫക്റ്റ് ആയിട്ട് എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പഴയ റേറ്റ് തന്നെയാണ് നമ്മൾ കസ്റ്റമർക്ക് വിൽക്കുന്നത്, എന്നാൽ നമ്മൾ എന്ത് ചെയ്തു, പുതിയ റേറ്റ് കൂട്ടുകയും ചെയ്തു, എന്നിട്ട് കൂട്ടിയ റേറ്റ് കുറച്ച് ഡിസ്കൗണ്ട് ആയിട്ട് കസ്റ്റമർക്ക് കൊടുക്കുകയും ചെയ്തു. അപ്പോൾ ഇങ്ങനെ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് വേണേൽ കസ്റ്റമറിലേക്ക് പറയാം, കുറഞ്ഞ റേറ്റിലെ ഐറ്റം ഞാൻ 2000 താഴെയുള്ള ഐറ്റത്തിനും വില കുറച്ചു, കൂടിയ റേറ്റുള്ള ഐറ്റത്തിന് ഞങ്ങൾ വില കൂട്ടിയതും ഞങ്ങൾ ഡിസ്കൗണ്ട് ആയിട്ട് കൊടുക്കുകയാണ്. അതാണ് രണ്ടാമത്തെ ഓപ്ഷൻ. പക്ഷേ ചേഞ്ച് ടു ന്യൂ പ്രൈസിന് കൊടുക്കുമ്പോഴേക്കും എന്ത് സംഭവിക്കും, ഇത് പുതിയ പ്രൈസിലോട്ട് മാറി കൂടിയ വിലയായിരിക്കും മേടിക്കുന്നത്. നിങ്ങളത് ഒന്നും ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ പഴയ റേറ്റിൽ തന്നെ പോവുകയും ചെയ്യും. പക്ഷേ അതിന് ആ പ്രൈസ് നമ്മൾ എന്ത് കുറച്ചാണ് അവർക്ക് കൊടുത്തിരിക്കുന്നത് എന്നുള്ളത് ബില്ലിലൊന്നും കാണിക്കാൻ പറ്റില്ല. അപ്പം കറക്റ്റായിട്ട് നിങ്ങൾ ഈ താഴത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ ഇത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ പ്രിൻ്റ് ചെയ്യുന്ന ബില്ലിനകത്ത് നിങ്ങൾക്ക് ആ ഒരു ഡിഫറൻസും കസ്റ്റമർക്ക് കാണിക്കാൻ പറ്റും. അപ്പോൾ ഏത് വേണമെന്നുള്ളത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഇത് ഒന്നുകൂടി ഞാൻ കറക്റ്റായിട്ട് പറയാം, 2500 കീപോട്ട് ഉള്ളതിന് എന്തായാലും നിങ്ങൾ വില കുറച്ചേ പറ്റത്തുള്ളൂ. അത് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കുറയ്ക്കുക. ഇനി കൂടിയ റേറ്റ് കൂടണം, ഒന്ന് കൂടണമെങ്കിൽ നിങ്ങൾക്ക് ചേഞ്ച് ടു ന്യൂ പ്രൈസ് പറയാം. ഇനി എനിക്ക് കൂടുകയും വേണ്ട കുറയുകയും വേണ്ട, അങ്ങനെ തന്നെ പഴയ റേറ്റ് അങ്ങനെ കണ്ടിന്യൂ ചെയ്തോട്ടെന്നുണ്ടെങ്കിൽ ഈ ചേഞ്ച് റേറ്റ് ഗ്രേറ്റർ ദാൻ 2500 നിങ്ങൾ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക വേണ്ട. ഇനി ചേഞ്ച് ടു ന്യൂ പ്രൈസ്, സെൽ അറ്റ് ഓൾഡ് പ്രൈസ്, ഡിസ്കൗണ്ട് ഷോൺ ഓൺ ന്യൂ റേറ്റ് എന്നാൽ ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ പഴയ വിലയിൽ തന്നെയായിരിക്കും കസ്റ്റമർക്ക് പോകുന്നത്. പക്ഷേ ആ കൂടിയ വില വന്നിട്ട് ഒരു ഡിസ്കൗണ്ട് വന്നിട്ടായിരിക്കും അത് കുറഞ്ഞ വിലയായിട്ട് പോകുന്നത്. അപ്പം ഞാനിനി ഇത് ക്ലിക്ക് ചെയ്തിട്ടുണ്ട്, ഞാൻ ഇതിൻ്റെ ക്ലിക്ക് ചെയ്ത് കാണിച്ചു തരാം. ഇപ്പം ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ 2500 രൂപയുടെ താഴോട്ടുള്ള ഐറ്റത്തിൻ്റെ ഉണ്ടോ, ഇപ്പോൾ MRP ചേഞ്ചായി, പുതിയ MRP ഇവിടെ വന്നു കഴിഞ്ഞു. ഈ പുതിയ റേറ്റ് 1205 ആയിരുന്നു. അപ്പോൾ സോഫ്റ്റ്വെയർ എന്തോ എന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയ MRP 1289, 1205 പുതിയ ORP ആയിട്ട് കാണിച്ചു. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ബില്ലിനകത്ത് ഡിസ്കൗണ്ട് വന്നോളൂ. അതേ ഇത് ഇവിടെ ഞാൻ ചേഞ്ച് റേറ്റ് ടു ഈ സെയിം ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് ഞാൻ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇനി ഈ എക്സൽ ഫയൽ ക്രിയേറ്റ് ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ പഴയ MRP 2889 ആയിരുന്നു. അതെന്തോ ചെയ്തു, പുതിയ 6% കൂട്ടി 3060 പുതിയ MRP വന്നു. എന്നിട്ട് കസ്റ്റമർക്ക് വിൽക്കുന്നത് എങ്ങനെ 2889 തന്നെ. അപ്പം ഇങ്ങനെ വിൽക്കുമ്പം നിങ്ങൾ കൂടിയതുപോലെ കാണിക്കുകയും ചെയ്യുന്നു, എന്നിട്ട് അത് ഡിസ്കൗണ്ട് ചെയ്ത് പഴയ റേറ്റിൽ തന്നെ കൊടുക്കുന്നു. അപ്പോൾ ഇത് കുറച്ചുകൂടി നിങ്ങൾക്ക് ബെറ്റർ ഓപ്ഷൻ ഇതായിരിക്കും. അത് നിങ്ങൾക്ക് ഡിസിഷൻ എടുക്കാം. ഓക്കെ.